വെൽക്കം ടു CMR ലാൻഡ് സ്റ്റഫ്. ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെയധികം സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളൊരു കൺഫ്യൂഷനോട് കൂടി, അതേസമയം ആർക്കെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഇങ്ങനൊരു ചെറിയൊരു ശ്രമത്തിലേക്ക് ഞാൻ എത്തുന്നത്. 2025 ഡിസംബറിൽ ഇനി വരുന്ന നെറ്റ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന, ആദ്യമായി എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരോടാണ്, അല്ലെങ്കിൽ ആദ്യത്തെ തവണ അറ്റൻഡ് ചെയ്ത് അടുത്ത തവണ കുറച്ചുകൂടി നല്ല രീതിയിൽ പഠിച്ച് വേണം ഇനി പോകാൻ എന്നുള്ളൊരു ചിന്താഗതിയോടു കൂടിയൊക്കെ ഇരിക്കുന്ന ആളുകളോടാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇവർക്ക് പൊതുവേ ഉള്ളൊരു സംശയമാണ്, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യണോ അത് നമ്മൾ സിലബസ് ആണോ കവർ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇത് എൻ്റെ ഒരു ഊഹമല്ല, എൻ്റെ സ്റ്റുഡൻസിൻ്റെ മനോഭാവത്തിൽ നിന്നും ഞാൻ സ്വയം എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളിൽ നിന്നും അതുപോലെ എൻ്റെ ചുറ്റുമുള്ള ആളുകൾ നമ്മൾ സംസാരിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്നും എനിക്ക് വ്യക്തമായ ഒരു കാര്യമായതുകൊണ്ടാണ് ആദ്യം ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത്. പറഞ്ഞു വന്നത്, നമ്മളെല്ലാവരും ഞാൻ കണ്ടുവന്ന് ചില കുട്ടികൾ ചെയ്യുന്നൊരു കാര്യം, ഞാനടക്കം ചെയ്തിരുന്നൊരു കാര്യം, തുടക്കത്തിൽ ആംഗ്ലോ സാക്സൺ സിലബസ് കവർ ചെയ്യാമെന്ന് കരുതി ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ പഠിക്കും. അത് വളരെ കുറച്ചല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ മിഡിൽ ഇംഗ്ലീഷിലേക്ക് വരും. അവിടെ നമുക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, നമ്മൾ ചോസറിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ എലിസബത്ത് ഏജ് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വായിക്കാനൊരു ഇൻട്രസ്റ്റ് ഒക്കെ തുടങ്ങും. കാരണം കുറേ ഇന്നോവേഷൻസ് ഉണ്ട്, കുറേ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്ട്രാ കാര്യങ്ങൾ അറിയാൻ പോവുകയാണ് നമ്മൾ. അപ്പം നമുക്ക് എലിസബത്ത് ഏജൊക്കെ എത്തുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു ഇഷ്ടത്തോടു കൂടി നമ്മൾ വായിച്ചു തുടങ്ങും. അങ്ങനെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് സിലബസ് ഇങ്ങനെ പഠിച്ച് വന്ന് നമ്മൾ വിക്ടോറിയൻ ഏജ് എത്തുന്ന സമയത്ത്, റൊമാൻറ്റിക് കഴിഞ്ഞ് വിക്ടോറിയൻ ഏജ് എത്തുമ്പോഴേക്കും നമുക്ക് വിക്ടോറിയൻ ഏജിൽ കുറേ കാര്യങ്ങളാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് മോഡേൺ ഏജ് എത്തുമ്പോഴാണ് പിന്നെ നമ്മൾ പഠനം കുറച്ചിങ്ങനെ ബാക്കിലേക്ക് പോകുന്നൊരു സാഹചര്യം വരും. കാരണം സിലബസ് എത്ര വായിച്ചാലും കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പോഴേക്കും നമ്മൾ സാവകാശമാണ് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് ആവുന്നതിൻ്റെ ഒരു 1 മന്ത് മുന്നേയൊക്കെ ആയിരിക്കും നമ്മൾ വിക്ടോറിയൻ ഏജിലേക്ക് എത്തുക. അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടും, എക്സാമിന് ഇനി 1 മന്തേ ഉള്ളൂ, പേപ്പർ 1 പഠിക്കാനുണ്ട്, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാനുണ്ട്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആവില്ല എന്ന് കരുതി നമ്മൾ അതവിടെ സ്റ്റോപ്പ് ചെയ്ത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്ക് നമ്മൾ പോകും. ഈ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 2010 അതിന് ശേഷം അല്ലെങ്കിൽ 2012 ശേഷമൊക്കെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു PG സ്റ്റുഡൻസിന് അവരുടെ സിലബസ് കംപ്ലീറ്റ് ആക്കി, അതായത് PG കഴിഞ്ഞ ഉടനെയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണുന്നതെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 60% ഒക്കെ ആൻസർ നമുക്ക് കിട്ടും. കാരണം അത്രയും അധികം കാര്യങ്ങൾ നമ്മൾ PGക്ക് പഠിച്ചതുകൊണ്ട് തന്നെ 2012, 2013 അവിടെ നിന്ന് അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. നമ്മൾ അവിടെയാണ് ആൻസർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 60 മാർക്കൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും, എനിക്ക് നന്നായിട്ട് അറിയാം ലിറ്ററേച്ചർ, എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നും. പിന്നെ ബാക്കിയുള്ളതൊക്കെ ആൻസർ കിട്ടാത്തത്, ഞാൻ വിക്ടോറിയൻ വരെയാണല്ലോ എത്തിയിട്ടുള്ളത്, മോഡേൺ ഏജൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും എന്ന് നമ്മൾ സ്വയം അങ്ങോട്ട് ചിന്തിച്ച് നമ്മുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് ഒക്കെ ഇങ്ങനെ കൊണ്ടുവരും. പക്ഷേ ഇതൊന്നും നമ്മളുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് നമ്മളുടെ ആ പ്രതീക്ഷകളെ മൊത്തം ഇല്ലാതാക്കുന്ന രീതിയിലാണ് പിന്നീട് വരിക. ഇങ്ങനെ വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആംഗ്ലോ സാക്സൺ മുതൽ വിക്ടോറിയൻ ഏജ് വരെ പഠിക്കുന്ന സമയത്ത് നമുക്ക് വല്ലാതെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. കാരണം ഓരോ ഏജിലും ഡിഫറെൻ്റായ കാര്യങ്ങളാണുള്ളത്, പുതുതായ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മോഡേൺ, പോസ്റ്റ് മോഡേൺ, കണ്ടംപററി ഏജിൽ വരുന്നത് മൊത്തം ഇതിൽ നിന്നും ഒരുപാട് വ്യത്യാസമാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കോൺസെപ്റ്റുകൾ, തിയറീസ്, മൂവ്മെൻറ്റ്സുകൾ, റൈറ്റേഴ്സ്, അവരുടെ ഇന്നോവേഷൻസ്, ഇതെല്ലാം സമൂഹത്തെ എങ്ങനെ സ്വാധീനിച്ചു, ഇതിൻ്റെയൊക്കെ കൂടെ പഴയ റൈറ്റേഴ്സ് എത്രമാത്രം ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ മോഡേൺ, പോസ്റ്റ് മോഡേൺ, കണ്ടംപററി ഏജിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ സിലബസിലുള്ള ലിറ്റററി ക്രിറ്റിസിസം, കൾച്ചർ സ്റ്റഡീസ്, ലിറ്റററി തിയറി, ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ്, റിസർച്ച് മെത്തഡോളജി,
അങ്ങനെയുള്ള മറ്റ് സിലബസ് കവർ ചെയ്യുന്ന ബാക്കിയുള്ള ടോപ്പിക്സുകളുടെയൊക്കെ A to Z വരെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് സിസ്റ്റമാറ്റിക്കായി പഠിക്കുന്നതിൻ്റെ ആവശ്യകത നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള പല ആളുകളും വളരെ സിമ്പിളായി നെറ്റ് ക്ലിയർ ചെയ്തു എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഉണ്ടാവുമായിരിക്കും. പക്ഷേ എല്ലാവർക്കും ഒരേ അനുഭവമായിരിക്കണമെന്നില്ല, എല്ലാവരുടെയും സാഹചര്യങ്ങൾ ഒരുപോലെ ആവണമെന്നില്ല, എല്ലാവരും ആഗ്രഹിച്ചതുപോലെയാണ് പഠിക്കാൻ പറ്റിയെന്ന് വരുന്നില്ല. അപ്പോൾ കാലം കുറേ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചറിവ് സമ്മാനിച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം അപ്പോഴേക്കും നമ്മുടെ കുറേ അവസരങ്ങൾ നഷ്ടപ്പെടും, നമ്മൾ ആഗ്രഹിച്ച നല്ലൊരു പൊസിഷനിലേക്ക് എത്താൻ നമുക്ക് കഴിയാണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം എങ്ങനെ നമ്മൾ കൂടുതലായിട്ടും നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിനെയാണോ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അതോ ലിറ്ററേച്ചർ നമ്മുടെ സിലബസിനെയാണോ എന്നുള്ള ഒരു കാര്യത്തെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, നമുക്കറിയാം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായ കാര്യമാണ്. കാരണം എക്സാം പാറ്റേൺ മനസ്സിലാക്കണം, ക്വസ്റ്റ്യൻസ് വരുന്ന രീതി മനസ്സിലാക്കണം. ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിർബന്ധമാണ് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത്. പക്ഷേ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മനസ്സിലാക്കുന്നതിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ നമ്മുടെ സിലബസിനെയാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരിക. കാരണം ഇപ്പോൾ ആംഗ്ലോ സാക്സൺ മുതൽ വിക്ടോറിയൻ ഏജ് വരെ നമുക്ക് കാര്യമായിട്ടൊന്നും കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നതില്ല. കാരണം ഓരോ കാലഘട്ടത്തിൽ ഓരോ ഏജ് വരുമ്പോഴും പുതിയ പുതിയ ചെറിയ ചെറിയ ഇന്നോവേഷൻസ് ഉണ്ട്. റൈറ്റേഴ്സ്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ്, ആ ഹിസ്റ്റോറിക്കൽ സിറ്റുവേഷൻസൊക്കെ ആ വർക്കിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അടുത്ത് പഠിക്കാനുണ്ട്. പക്ഷേ മോഡേൺ ഏജ് എത്തുമ്പോൾ ഇപ്പോൾ ഒരു 1901 എന്ന ഇയർ മുതൽ 2025 വരെ നമ്മൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കണം എന്ന് തീരുമാനിച്ചാൽ നമ്മൾക്ക് ഇതുവരെ പഠിച്ചതിനേക്കാൾ ഒരുപാട് മൂവ്മെൻറ്റ്സുകളും ഒരുപാട് റൈറ്റേഴ്സും അവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻസും അവരുടെ എല്ലാം വ്യത്യസ്തമായ മനോഭാവങ്ങളും ചിന്താഗതികളും സമൂഹത്തിലുണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങളും എല്ലാം ഒരുപാടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ നെറ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണാനുമുണ്ട്. അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് സമയപരിമിതി അപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുക, അവിടെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം തുടക്കത്തിൽ ആംഗ്ലോ സാക്സൺ മുതൽ വിക്ടോറിയൻ ഏജ് വരെ വളരെ പെട്ടെന്ന് തന്നെ വായിച്ച് പോയിട്ട് കൂടുതൽ സമയം ഈ മോഡേൺ ഏജിനും അതുപോലെ ലിറ്റററി തിയറി, കൾച്ചർ സ്റ്റഡീസ്, ക്രിറ്റിസിസം അങ്ങനെയുള്ള ടോപ്പിക്സിനൊക്കെ കുറച്ച് കൂടുതൽ സമയമെടുത്ത് പഠിക്കുകയും ചെയ്യുക. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഒരാൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫോക്കസ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ, എനിക്ക് ലിറ്ററേച്ചർ എന്തൊക്കെയോ അറിയാം എന്ന് എൻ്റെ മനസ്സിലുണ്ട്. ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു, ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, ഓപ്ഷൻ നോക്കി, ആൻസർ കറക്റ്റ് അറിയുന്നില്ല. അപ്പോൾ ഇതായിരിക്കും, അങ്ങനെ ഇതായിരിക്കും എന്നുള്ള രീതിയിൽ പഠിച്ചിട്ടല്ല ഒരിക്കലും നമുക്ക് നെറ്റ് കിട്ടുക. നമ്മൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം, ഇതാണ് കറക്റ്റ് ആൻസർ, ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് ചിന്തിക്കണമെങ്കിൽ ബാക്കിയുള്ള 3 ഓപ്ഷൻസ് എന്തുകൊണ്ടല്ല എന്നുകൂടി മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു പഠനം 2025 നെറ്റ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് ഒരു ആൻസർ പഠിച്ച് അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു ആൻസർ പഠിച്ചു അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച് കഴിഞ്ഞൊരു വിജയത്തിലേക്ക് എത്താൻ കഴിയില്ല. അതേസമയം സിലബസ് കവർ ചെയ്ത ഒരാൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് അയാൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ഒരു ഏത് ഏജിലെ വർക്കാണോ ആ ആൻസറായിട്ട് വന്നിട്ടുള്ളത് അത് എന്താണെന്ന് മനസ്സിലാക്കി എടുത്തത് കൊണ്ടുമാണ്. മാത്രമല്ല ബാക്കി 3 ഓപ്ഷൻസ് എന്തുകൊണ്ട് അല്ല എന്ന് പറയാൻ മാത്രമുള്ള അറിവ് അയാൾക്ക് കിട്ടുന്നതും കൊണ്ടുമാണ്. അപ്പോൾ നമുക്കൊരു പക്ഷേ സിലബസ് കവർ ചെയ്ത ഒരാളെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ടോ അരമണിക്കൂറോ ഒക്കെ മതിയാവും. ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ പറ്റും. നമ്മളുടെ ഉള്ളിലൊരു കോൺഫിഡൻസിനെ നമുക്ക് വളർത്തിയെടുക്കാനും പറ്റും. അതേസമയം സിലബസ് കവർ ചെയ്യാത്ത ഒരാൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാമെന്ന് കരുതി വന്നു കഴിഞ്ഞാൽ
അയാൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ പഠിക്കുകയുള്ളൂ. അതിനകത്തുള്ള പല ഓപ്ഷൻസിനകത്ത് പല കാര്യങ്ങളും എക്സ്ട്രാ വന്നിട്ടുണ്ടായിരിക്കും. അതെല്ലാം പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് വരുന്ന സമയത്തും അത് സെപ്പറേറ്റ് പഠിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലവഴിക്കേണ്ടി വരും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സിലബസ് ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്നാണ് ആദ്യത്തെ ഞാൻ ചിന്തിച്ചൊരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവർ മിക്കവരും PG സ്റ്റുഡൻസോ അല്ലെങ്കിൽ PG ജസ്റ്റ് കംപ്ലീറ്റ് ആയവരും ആയിരിക്കാം. അവരൊരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ ഓരോ വർഷങ്ങളിലും ഓരോ സെമിസ്റ്ററുകളിലും പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിച്ച് പിന്നീട് കൂടുതൽ സമയം സിലബസ് കവർ ചെയ്തതിന് ശേഷമുള്ള ബാക്കിയുള്ള കൂടുതൽ സമയം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് വേണ്ടിയിട്ട് ചിലവഴിക്കുക. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനും നമ്മുടെ കോൺഫിഡൻസിനെ വളർത്തിയെടുക്കാനും അതുവഴി നമ്മുടെ വീക്ക് ഏരിയ, നമുക്ക് ഏതെങ്കിലും ആൻസർ കിട്ടുന്നില്ലെങ്കിൽ ഇന്ന ഭാഗം എനിക്കറിയില്ല എന്ന് മനസ്സിലാക്കാനുള്ളൊരു വഴി കൂടിയാണത്. അതുവഴി നമുക്ക് എന്താണെങ്കിലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു പൊസിഷനിലേക്ക് നമുക്ക് എത്താൻ കഴിയും. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് തവണ നെറ്റ് എക്സാമിനേഷൻ എഴുതി ക്ലിയർ ആയില്ല എന്നുള്ള നിരാശയുള്ള ആൾക്കാരോടാണ്. നമുക്കറിയാം ഈ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ആളുകളും ഒരേ ജീവിത സാഹചര്യങ്ങളിൽ നിന്നല്ല പോകുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങൾ ഒരുപോലെയല്ല. നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന സമയങ്ങൾ ഒരുപോലെയല്ല. പലർക്കും ജോലി ഉണ്ടാവാം, ഫാമിലി ഉണ്ടാവാം, കുട്ടികൾ, പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും പലരും. എല്ലാവർക്കും നമ്മൾ കഴിവില്ലാത്തവരെന്നൊരിക്കലും മുദ്ര കുത്തരുത്. നമ്മൾ പറയില്ലേ, എനിക്കിതൊന്നും, ഞാൻ കുറേ കാലമായി ശ്രമിക്കുന്നു, എനിക്കിതൊന്നും കിട്ടുന്നില്ല, ഞാൻ വളരെയധികം ഇങ്ങനെയൊന്നും എക്സാം എഴുതി ക്വാളിഫൈ ചെയ്യാൻ മാത്രമുള്ള അറിവില്ലാത്ത ഒരാളാണെന്ന് സ്വയം വിലയിരുത്തരുത്. മറ്റുള്ളവരെ വിലയിരുത്താനുള്ള അവസരം നമ്മൾ കൊടുക്കുകയും ചെയ്യരുത്. നമ്മളുടെ കോൺഫിഡൻസ് നമ്മുടെ ഫേസിലാണ്, നമ്മളുടെ മൈൻഡിലാണ്. അപ്പോൾ മുന്നിലുള്ള ആളുകൾക്ക് നമ്മളെ നിരാശപ്പെടുത്താനുള്ള അവസരം കൊടുക്കാതെ നമ്മളുടെ വഴി വളരെ ക്ലിയർ ആക്കി പോവുക. ഉറപ്പായിട്ടും ഒരു ദിവസം നമ്മുടേതെന്ന് പറഞ്ഞിട്ട് എന്തായാലും വരും. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഒരു ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തോ കിട്ടിയില്ലെങ്കിൽ അടുത്ത തവണ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ തെറ്റെന്ന് മനസ്സിലാക്കി പഠിക്കുക. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും നമ്മളെ ഡൗൺ ആക്കി മാറ്റുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ടാവും. കൂടെ വരുന്ന സാഹചര്യങ്ങളെ നമുക്ക് തന്നെ തട്ടിമാറ്റാവുന്നതന്നെ ഉള്ളൂ. തട്ടിമാറ്റുക എന്ന് പറയുന്നത് അതിനെ അതിജീവിക്കാനുള്ള പ്രാപ്തി നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും നെറ്റ് എക്സാമിനേഷൻ എഴുതി ക്ലിയർ ആവാത്ത നിരാശയുണ്ടെങ്കിൽ ഈ പ്രാവശ്യം, അതായത് ഡിസംബർ 2025 നെറ്റ് എക്സാമിനേഷൻ തീർച്ചയായിട്ടും എനിക്ക് ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയും ഇച്ഛാശക്തിയോടു കൂടിയും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. 8 മണിക്കൂർ ഡെയിലി പഠിക്കണം എന്നൊരാൾ പറഞ്ഞു. പക്ഷേ 8 മണിക്കൂറൊന്നല്ല, 1 മണിക്കൂർ നമ്മൾ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലേക്ക് തന്നെ വേണമെന്ന് ആഗ്രഹിച്ച് വായിക്കുന്ന 1 മണിക്കൂർ മതി നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ. 8 മണിക്കൂർ പല കാര്യങ്ങൾ ചിന്തിച്ച് പല മനസ്സോടു കൂടി പഠിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് 1 മണിക്കൂർ നമുക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിലുള്ള നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നിങ്ങളെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2011, 12, 13 അവിടെ നിന്ന് അങ്ങോട്ട് 2017, 16 വരെയൊക്കെ 18 വരെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ വളരെ ഈസിയാണ്. അത് ആൻസർ ചെയ്തിട്ട് അതാണ് നമ്മളുടെ അറിവ്, നമുക്ക് എല്ലാ കാര്യം അറിയാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതിന് ശേഷം വന്നിട്ടുള്ള 2019, 20, 22 വരെയൊക്കെ വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ, അസേർഷൻ റീസണിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഭാഗവും കുറച്ചുകൂടി ഇൻഡെപ്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളുടെ രീതികൾ നമ്മൾ കുറച്ചുകൂടി മാറ്റണം. അപ്പോൾ അതുകൊണ്ട് റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ആദ്യം കുറച്ച് കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് നമുക്ക് അതുവഴി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 2025 ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ടഫായിരുന്നു. അപ്പോൾ ഈ എക്സാം ഭയങ്കര ടഫാണ് എന്ന് ഒരു അഭിപ്രായം പറഞ്ഞതുകൊണ്ടോ നമ്മളത് കേട്ടതുകൊണ്ടോ നമുക്ക് പ്രയോജനമുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യണം. എന്ത് മാറ്റമാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കി ആ വഴി പോവുക വേണം. നമ്മൾ നടക്കുന്ന വഴിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടെന്ന് മുന്നിൽ നിന്ന് വരുന്ന ആൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് കേട്ടിട്ട് വീണ്ടും നടന്നു പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആ വഴീൻ്റെ തടസ്സത്തിനെ നീക്കാൻ അല്ലെങ്കിൽ ആ വഴിയിലെ തടസ്സത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ എങ്ങനെ അതിനെ മറികടക്കാമെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാതെ നമ്മൾ പല അഭിപ്രായങ്ങളും കേട്ടിട്ട് ടഫാണ് എക്സാം എന്നുള്ള ഒറ്റ വാക്ക് മനസ്സിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ ഈ എക്സാം ടഫായി മാറും. അപ്പോൾ അതുകൊണ്ട് വളരെ ക്ഷമയോടെ മനസ്സിലാക്കി പറ്റാവുന്ന അത്രയും നമ്മളുടെ എഫേർട്ട് എടുത്ത് മാക്സിമം നമ്മളുടെ കോൺട്രിബ്യൂഷൻസ് അതിലേക്ക് കൊടുക്കുക. തീർച്ചയായിട്ടും ഇനി വരുന്ന നെറ്റ് എക്സാമിനേഷൻ എല്ലാവർക്കും എഴുതാൻ കഴിയും, എല്ലാവർക്കും അതിൻ്റെ റിസൾട്ടും കിട്ടും. പിന്നീട് വരുന്ന പല എക്സാമുകളും നമുക്ക് അടുത്തൊരു പൊസിഷനിലേക്ക് പോകാനുള്ള പല എക്സാമുകളും നമുക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യപടി നെറ്റ് തന്നെയാണ്. അത് മനസ്സിലാക്കി എല്ലാവരും മുന്നോട്ട് പോവുക.